ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ പുതിയൊരു വീഡിയോ കുറച്ച് ഡിലേ ആയി പോകുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളുടെ ഐക്കോണിക് ട്രേഡ് പ്രോഗ്രാം അതൊരു ലൈവ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ട്. ഇപ്പോഴും ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു മാസത്തെ പ്രോഗ്രാമാണ്. ആ ലൈവ് പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മളുടെ മെൻറ്റീസുമായിട്ട് ഡെയിലി ലൈവ് ട്രേഡിങ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആസ് എ ഡേ ട്രേഡർ നമുക്ക് വേണ്ട നമ്പർ 1 ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈക്കോളജിക്കൽ ക്വാളിറ്റീസ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് വേണ്ട നമ്പർ 1 ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലായിട്ട് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്കറിയാം പല ചാനൽസും TV ചാനൽസും അല്ലെങ്കിൽ ഗ്രൂപ്പ്സും ഇതിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എല്ലാ സമയത്തും ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് വരിക. നിഫ്റ്റി നാളെ ബുള്ളിഷ് ആയിരിക്കും, ബാങ്ക് നിഫ്റ്റി നാളെ ബെയറിഷ് ആയിരിക്കും. ഒരു വ്യൂ കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്നതിന് ഒരു കുഴപ്പമില്ല, അത് പല സമയത്തും ആവശ്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് എ ഡേ ട്രേഡർ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് രാവിലെ 9:15 മുതൽ 3:30 വരെയുള്ള ഫുൾ മൂവ് അല്ല. നമ്മൾ അതിൻ്റെ ഒരു പീസ് ഓഫ് മീറ്റാണ് നമ്മൾ അതിൻ്റെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡേ ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻ്റ്ലി നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ എല്ലാ മൂവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിഫ്റ്റി 300 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 300 പോയിന്റും എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ന്യൂട്രലായിട്ട് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മെൻറ്റീസ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ന്യൂട്രാലിറ്റി, ഒരു തരത്തിലുള്ള പ്രീ വർക്കും ഇല്ലാതെ ആ ഒരു ന്യൂട്രാലിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്താണോ പറയുന്നത് ആ റൈറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റും. അതേസമയത്ത് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് നിഫ്റ്റി ബുള്ളിഷാണ്, ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ്, പല സമയത്തും മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് എങ്കിൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ഓൾറെഡി ബുള്ളിഷ് ട്രേഡിലുണ്ടെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യില്ല. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വരും, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ പുതിയൊരു ട്രേഡ് എടുക്കേണ്ടതിന് വരെ നമ്മൾ സ്റ്റിൽ മാർക്കറ്റ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ട്രേഡ് പോകുമെന്ന് വിചാരിച്ചത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 100% ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്തതാണ് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. ബട്ട് ഇവിടെ ട്രേഡ് എടുത്തിട്ടില്ല, ബട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു വി ആർ ഗോയിങ് ലോങ്. എന്തുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുക്കാത്തത്? അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, സ്റ്റോപ്പ് ലോസ് ഈസ് വേ ബിഗർ. നമ്മൾ എല്ലാ സമയത്തും നമ്മളുടെ റിസ്ക് ആണ് ഫസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിരുന്നത് ഇവിടെയാണ്. ഈ ട്രേഡ് എടുത്തിരുന്നു, അതിനുശേഷം ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ബുക്ക് ചെയ്തു. അതിലിടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്, പാർഷ്യൽ ബുക്കിംഗ്, ട്രെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷെ നമ്മളിവിടെ പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ബയാസ്, നമ്മൾ ഒരു അൺബയാസ്ഡ് ആയിട്ട് മാർക്കറ്റിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിലൊരു ഷോർട്ട് പോകാനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ചാൻസ് ഇവിടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ടെക്നിക്കൽ സംഭവങ്ങൾ മാത്രമല്ല. ഞാൻ പറഞ്ഞു ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു 20%, ലാസ്റ്റ് 20% മാത്രമാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ടെക്നിക്കൽ അനാലിസിസിനെ പുഷ് ചെയ്ത് 90%, അല്ലെങ്കിൽ 80%, 90% ടെക്നിക്കൽ അനാലിസിസ് ആണ് എൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം കീഴടക്കാം എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബട്ട് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് ഡോണ്ട് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മളുടെ ബാക്കിയുള്ള സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടെക്നിക്കൽ അനാലിസിസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ടെക്നിക്കൽ സൈഡ് ഒരു സിമ്പിൾ സ്ട്രാറ്റജി കൊണ്ട് പോലും നമുക്കതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ നമ്മളുടെ ഈ മെൻറ്റർഷിപ്പിലൂടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യമാണ്. സോ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് താഴേക്ക് പോകുന്നുള്ളത് നമുക്കറിയില്ല. ഡെഫിനറ്റ്ലി ഇവിടെ താഴേക്ക് പോകുന്നത് എനിക്കറിയില്ല. ബട്ട് ഇവിടെ എന്തുകൊണ്ട് ട്രേഡ് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ആൻസറാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് മുഴുവൻ ബുള്ളിഷാണ്. എവിടെ നോക്കിയാലും മാർക്കറ്റിലൊരു ബുള്ളിഷ് ബയാസാണ്. പല ആൾക്കാരും, അല്ലെങ്കിൽ 90% ആൾക്കാരും ഹൈലി ബുള്ളിഷ് എന്നുള്ളൊരു ബയാസിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒരേ സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യലി റീറ്റെയിലേഴ്സ് ഏത് സൈഡിലേക്കാണോ ചിന്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ളതിൻ്റെ വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഇന്നത്തെ മൂവ്മെൻറ്റ്. അതങ്ങനെ ഇന്ന് മാത്രമല്ല, ഓൾമോസ്റ്റ് പല ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ. നിങ്ങളൊരു ബയാസ്ഡ് ആയിട്ട് ഞാൻ ഒരു ബുള്ളിഷ് ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ ഇവിടെ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ട്രേഡ് നമ്മൾ എടുത്തുനിന്ന് വരില്ല, അല്ലെങ്കിൽ ഈ ട്രേഡ് എടുത്തു നമ്മൾ ചിലപ്പോൾ ബുക്ക് ചെയ്തു എന്ന് വരില്ല. മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പം ഇത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടുന്നത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിനേക്കാളും കഷ്ടമായിരിക്കും കാര്യം.
സോ മാർക്കറ്റിലേക്ക് ന്യൂട്രലായിട്ട് വരാൻ പഠിക്കുക. ന്യൂട്രലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരുപാട് ഇൻഡിക്കേറ്ററൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടലി കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താലും പല സമയത്തും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. പക്ഷേ നമ്മൾ സക്സസ്ഫുൾ ആകുന്നത് 1-2 ട്രേഡിലല്ല, കൺസിസ്റ്റൻ്റ്ലി സ്ലോലി ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് ട്രേഡ്സിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന, അതായത് സക്സസ് ആവുന്ന ട്രേഡ്സ് മാക്സിമം നമ്മൾ ട്രെയിൽ ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ മാർക്കറ്റിൽ നമുക്കൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എപ്പോഴും ന്യൂട്രലായിട്ട് മാർക്കറ്റിലേക്ക് വരിക. ഈ ന്യൂട്രാലിറ്റി ഒരു തരത്തിലുള്ള ബയാസും മോർണിംഗിൽ വേണ്ട. സപ്പോസ് നാളെ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരും, നിങ്ങൾക്കറിയാം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ പോവാണ്, ഇത്രയും വിചാരിക്കുക. ഐ ഡോണ്ട്, എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്, നാളെ മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അത് നോക്കി നമുക്ക് ട്രേഡ് എടുക്കാം. ഈ രീതിയിൽ ട്രേഡ് എടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഇനി അഥവാ ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് ക്വിക്കലി മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് ഈസ് ടേണിങ് അഗെയിൻസ്റ്റ് മീ, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. സോ ചെറിയ ലോസ് ആണെങ്കിൽ ചെറിയ ലോസ് എടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പോകാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റിസ്ക് മാനേജിങ് ആണ് ഒരു റിയൽ സക്സസ്ഫുൾ ട്രേഡറുടെ സീക്രട്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടുന്ന് ഈ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ടൊക്കെ എടുത്ത ആൾക്കാർക്കറിയാം, നമ്മളൊരു ഗ്യാപ് ഡൗൺ ഫെയിലിയർ സ്ട്രാറ്റജി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അതുപോലെ പലതരത്തിലുള്ള സ്ട്രാറ്റജി, സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. പക്ഷേ ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് എവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്യും, അവിടെയാണ് ക്വസ്റ്റ്യൻ. ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് ട്രെയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക, മാർക്കറ്റ് ഏതായാലും ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തു, എൻ്റെ ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്, ഇത് ചിലപ്പോൾ ഒരു 300 പോയിന്റ് കൂടി മൂവ് ചെയ്യായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, റൈറ്റ്? ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ ഗൈസ്, നമ്മുടെ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മളുടെ ലിങ്ക് ത്രൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജ് ടെലഗ്രാമിൽ അയച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. എൻട്രി പല സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരും, പക്ഷേ എവിടെ എക്സിറ്റ് ആവണം അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യണമെന്ന് അറിയാതെ പോലും നമുക്ക് അബദ്ധങ്ങൾ പറ്റിയെന്ന് വരാം. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും റീഡ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്താൽ പറ്റില്ല, കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. ബിക്കോസ് അതിനകത്ത് നമ്മൾ വെറും പ്രൈസ് ആക്ഷൻ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈവ് ട്രേഡിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്നതും. പക്ഷേ അത് ഞാൻ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, നമുക്ക് വരുന്നൊരു ദിവസം ആ വീഡിയോ ചെയ്യാം. എല്ലാ സമയത്തും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ള നമ്മളുടെ എല്ലാം മനസ്സിലുള്ളൊരു കാര്യമുണ്ട്, ട്രെൻഡിനെ ഫോളോ ചെയ്യുക. ട്രെൻഡിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവാതിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് ഓൾമോസ്റ്റ് അപ് ട്രെൻഡ് ആയിരുന്നു. ആ സമയത്ത് നിഫ്റ്റി നല്ല അടിപൊളിയായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇന്ന് നല്ലൊരു ട്രെൻഡ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡിൻ്റെ സൈഡിലേക്ക് ട്രേഡ് എടുക്കണം. സോ നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്തെന്ന് വരും, ചിലപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്യും. സോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ക്യാൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ മറന്നു പോകുന്നത്, നമ്മൾ ആ മാർക്കറ്റിനെ ആ റൈറ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ചെയ്യുക, ട്രേഡ് എടുക്കുക, ധൈര്യത്തോടുകൂടി ട്രേഡ് എടുക്കുക. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. അതേസമയത്ത് 100% അവെയർ ആയിരിക്കുക. മാർക്കറ്റ് നമ്മളുടെ എഗെയിൻസ്റ്റ് ചെറുതായിട്ട് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ക്ലോസ്ലി വാച്ച് ചെയ്ത് ട്രേഡ് എടുക്കുക. അതുപോലെ ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുക. പല ആൾക്കാരും ട്രേഡ് എടുക്കാൻ ദിവസം ട്രേഡ് 1, 2, 5, 10 ട്രേഡ് ഡെയിലി എടുക്കും, പക്ഷേ ഒരു ട്രേഡിൻ്റെ പോലും ജേണൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മറക്കും, നിങ്ങൾ എവിടെയാണ് എടുത്തത്, അവിടെ ബൈ ആണോ ചെയ്തത്, സെല്ലാണോ ചെയ്തതെന്ന് പോലും മറന്നു പോകും. സ്പെഷ്യലി ഇൻഡെക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഓപ്ഷൻസ് എവിടെ എടുത്തു, എത്ര എടുത്തു, അതിൻ്റെ പ്രീമിയം എത്രയായിരുന്നു ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജേണൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ ജേണൽ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാം. candleminds.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിമ്പിൾ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഞാൻ ഡെഫിനറ്റ്ലി പറയുകയാണ്, അത്ര ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നോയ്സസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പല സോഴ്സസിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അൺബയാസ്ഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരിക, വാച്ച് ചെയ്യുക, മാർക്കറ്റ് എന്താണ് പറയുന്നത്. കുറച്ച് ദിവസം വാച്ച് ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. സോ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.